എല്ലാവരും പോയി കാണും. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പടം എന്തായാലും ഹിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം, ഇതിലൊരു ഭാഗമാകുമ്പോൾ വലിയൊരു സന്തോഷം. ഹിറ്റാണ്, പടം ഹിറ്റാണ്. തിയേറ്ററിൽ പോയി കാണാം എല്ലാവരും. താങ്ക് യു. ഗംഭീര പെർഫോമൻസ് ആണ്. നല്ല സിനിമയാണ്. ഭയങ്കര എന്താ പറയുക, ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. ഭയങ്കര ഇങ്ങനെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ്, നല്ല വൈബ്, അടിപൊളി വൈബ്. അതെ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട്. ജോൺചേട്ടൻ്റെ ഡയറക്ടർ നോവലാണ്. ഗോതിച്ചേട്ടൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. നല്ല രീതിയിൽ വന്നിട്ട് എല്ലാവരും റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും പടം കണ്ടിട്ട് പറയും. ഞങ്ങൾ ഹാപ്പിയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയും. ഡയലോഗ്സ് ദീപകേട്ടൻ ചെറിയൊരു നന്നായി മുടി വെച്ചാൽ അത് സെക്കൻഡ് പാർട്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര പെർഫെക്റ്റാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ദീപക് പറഞ്ഞതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്നിലും വെച്ചാണ്. അതുപോലെ ലിജോമോളുടെ ക്യാരക്ടറും ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ ശരിക്കും ഫസ്റ്റ് നമ്മൾ കഴിയും കുറച്ച് കോമഡി ആയിരിക്കും ബേസിക് ക്യാരക്ടർ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ. കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ബേസിലായിട്ട് പെർഫോമൻസിൽ നല്ല വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മൾ മുമ്പ് വന്നതിൽ നിന്ന് ഭയങ്കരമായൊരു കോമഡി പടം എക്സ്പെക്ട് ചെയ്ത് വരുന്നത്. ഇത് ഭയങ്കര ഒരു നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നമ്മുടെ അംബാനിൽ നിന്ന് മരിയാനയിലോട്ടുള്ള നമ്മുടെ സച്ചിൻ ഗോപുവിൻ്റെ ചേഞ്ചൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് ന്യൂ ഫേസ് കുറേ ആൾക്കാർ ഓഡിഷൻ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ ഡയറക്ടർ ജോഷേട്ടൻ തന്നു. അതെ, ഇത് നമ്മൾ കോമഡി പടം ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ ചിരിക്കാനുള്ള മൊമെന്റ്സും ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഫാമിലിക്കും, എല്ലാ ആളുകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭയങ്കര സീരിയസ് എന്നുള്ള രീതിക്കല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്ന സിനിമയാണ്. മൺറോത്തുരുത്തായിരുന്നു. എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് മുഴുവൻ കായലാണ്. അവിടെ വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്, ചെടിയായിരിക്കും ചില സമയത്ത്. അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ വേനൽക്കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ബേസിൻ്റെ എനിക്ക് ഇതുവരെ ബേസിൽ പെർഫോം ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ്.